എല്ലാവർക്കും നമസ്കാരം. മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേന്ദ്ര സർക്കാരിന് കീഴിൽ ഇന്ത്യൻ റെയിൽവേക്ക് കീഴിൽ ഡെഡിക്കേറ്റഡ് ഫ്രൈറ്റ് കോറിഡോർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡിലേക്ക് ജോബ് വേക്കൻസി ഉണ്ട്. ഇതിലേക്ക് നല്ല ശമ്പളത്തിൽ ജോലി അവസരമുണ്ട്. വിവിധ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഡീറ്റെയിൽസ് നോക്കാം. ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ത്യൻ റെയിൽവേക്ക് കീഴിൽ ഡെഡിക്കേറ്റഡ് ഫ്രൈറ്റ് കോറിഡോർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡിലാണ് ജോബ് വേക്കൻസി ഉള്ളത്. താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ്. തസ്തികകൾ വരുന്നത് ജൂനിയർ മാനേജർ, എക്സിക്യൂട്ടീവ്, MTS പോസ്റ്റുകളാണ്. അപേക്ഷിക്കേണ്ട അവസാന തീയതി ഫെബ്രുവരി 16 നിങ്ങൾ ഇതുവരെ അപേക്ഷിച്ചില്ല എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അപേക്ഷിക്കേണ്ടതാണ്. സെലക്ഷൻ്റെ ഭാഗമായിട്ട് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് വരുന്നുണ്ട്. സ്റ്റേജ് 1 എക്സാം വരുന്നത് ഏപ്രിൽ മാസത്തിലായിരിക്കും. സ്റ്റേജ് 2 വരുന്നത് ഓഗസ്റ്റിലാണ്. ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് വരുന്നത് ഒക്ടോബർ അല്ലെങ്കിൽ നവംബർ മാസത്തിലായിരിക്കും. ഏതൊക്കെയാണ് തസ്തികയെന്നും അതിൻ്റെ ക്വാളിഫിക്കേഷനും നോക്കാം. ആദ്യത്തെ പോസ്റ്റ് വരുന്നത് ജൂനിയർ മാനേജർ ആണ്. ശമ്പളം ലഭിക്കുന്നത് 50,000 മുതൽ 1,60,000 വരെയാണ്. തസ്തിക വരുന്നത് ജൂനിയർ മാനേജർ ഫിനാൻസ് ആണ്. ആകെ വേക്കൻസി 3 ക്വാളിഫിക്കേഷൻ വേണ്ടത് പാസ് ഇൻ ഫൈനൽ എക്സാമിനേഷൻ ഓഫ് CA അല്ലെങ്കിൽ CMA ഫ്രം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ ആണ് വേണ്ടത്. അപ്പോൾ ഇതാണ് ആദ്യത്തെ പോസ്റ്റിൻ്റെ ക്വാളിഫിക്കേഷൻ വേണ്ടത്. പോസ്റ്റ് കോഡ് 11. അടുത്ത പോസ്റ്റ് വരുന്നത് എക്സിക്യൂട്ടീവ് പോസ്റ്റുകളാണ്. ശമ്പളം ലഭിക്കുന്നത് 30,000 മുതൽ 1,20,000 വരെയാണ്. ആദ്യത്തെ പോസ്റ്റ് എക്സിക്യൂട്ടീവ് സിവിലാണ്. വേക്കൻസി 36. അൺറിസർവ്ഡ് 16, SC 5, ST 3, OBC 9, EWS 3 എന്നിങ്ങനെയാണ്. പോസ്റ്റ് കോഡ് 21. ക്വാളിഫിക്കേഷൻ വേണ്ടത് 3 ഇയർ ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ സിവിൽ എഞ്ചിനീയറിംഗ് ട്രാൻസ്പോർട്ടേഷൻ അല്ലെങ്കിൽ സിവിൽ എഞ്ചിനീയറിംഗ് കൺസ്ട്രക്ഷൻ ടെക്നോളജി അല്ലെങ്കിൽ സിവിൽ എഞ്ചിനീയറിംഗ് പബ്ലിക് ഹെൽത്ത് അല്ലെങ്കിൽ സിവിൽ എഞ്ചിനീയറിംഗ് വാട്ടർ റിസോഴ്സ് ആണ്. കുറഞ്ഞത് 60% മാർക്കുണ്ടായിരിക്കണം. അപ്പോൾ ഡിപ്ലോമയുള്ളവർക്ക് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അടുത്ത പോസ്റ്റ് എക്സിക്യൂട്ടീവ് ഇലക്ട്രിക്കലാണ്. വേക്കൻസി 64. അൺറിസർവ്ഡ് 28, SC 11, ST 5, OBC 14, EWS 6. പോസ്റ്റ് കോഡ് 22. ക്വാളിഫിക്കേഷൻ വേണ്ടത് 3 ഇയർ ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ പവർ സപ്ലൈ അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻ്റൽ ആൻഡ് കൺട്രോൾ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ അല്ലെങ്കിൽ അപ്ലൈഡ് ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻറ്റേഷൻ അല്ലെങ്കിൽ പവർ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കൺട്രോൾ സിസ്റ്റമാണ് വേണ്ടത്. കുറഞ്ഞത് 60% മാർക്കുണ്ടായിരിക്കണം. അടുത്ത പോസ്റ്റ് എക്സിക്യൂട്ടീവ് സിഗ്നൽ ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ ആണ്. വേക്കൻസി 75. അൺറിസർവ്ഡ് 28, SC 9, ST 7, OBC 23, EWS 8. പോസ്റ്റ് കോഡ് 23. ക്വാളിഫിക്കേഷൻ വേണ്ടത് ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കൺട്രോൾ സിസ്റ്റം അല്ലെങ്കിൽ പവർ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ആൻഡ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ റെയിൽ സിസ്റ്റം ആൻഡ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ മൈക്രോ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ടെലികമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻറ്റേഷൻ അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻറ്റേഷൻ ആൻഡ് കൺട്രോൾ അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻറ്റേഷൻ ടെക്നോളജി അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജി അല്ലെങ്കിൽ ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി അല്ലെങ്കിൽ ഇൻഫർമേഷൻ സയൻസ് ആൻഡ് ടെക്നോളജി അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ മൈക്രോ പ്രോസസ്സറാണ്. കുറഞ്ഞത് 60% മാർക്കുണ്ടായിരിക്കണം. ഇതാണ് എക്സിക്യൂട്ടീവ് പോസ്റ്റുകൾ വരുന്നത്. അടുത്തത് മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫാണ്. ശമ്പളം ലഭിക്കുന്നത് 16,000 മുതൽ 45,000 വരെയാണ്. ഇതിലേക്ക് ക്വാളിഫിക്കേഷൻ വേണ്ടത് 10ാം ക്ലാസ് ആണ്. 10ാം ക്ലാസ്സും കൂടാതെ ഒന്നെങ്കിൽ ITI ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ 1 ഇയർ അപ്രന്റീസ്ഷിപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇതിലേതെങ്കിലും ഒന്നുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. ITI ആണെങ്കിൽ 60% മാർക്കുണ്ടായിരിക്കണം. ഇതാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത്. വേക്കൻസി വരുന്നത് 464 വേക്കൻസി ഉണ്ട്. അൺറിസർവ്ഡ് 194, SC 70, ST 32, OBC 122, EWS 46 എന്നിങ്ങനെയാണ് വേക്കൻസി വരുന്നത്. അപ്പോൾ ഈ തസ്തികകളിലേക്കാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത്.
ഇതിലേക്ക് ഡിപ്ലോമ ഉള്ളവർക്കും ITA ഉള്ളവർക്കും ഒക്കെ തന്നെ അവസരമുണ്ട്. അതുപോലെ തന്നെ CA CMA പാസ്സായവർക്കും അവസരമുണ്ട്. താല്പര്യമുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. നല്ല ശമ്പളത്തിൽ ജോലി അവസരമുണ്ട്. അപ്ലൈ ചെയ്യുന്ന കാൻഡിഡേറ്റ്സ് ലാസ്റ്റ് ഡേറ്റ് ആയിട്ടുള്ള ഫെബ്രുവരി 16-ാം തീയതി ഫുള്ളി ക്വാളിഫൈഡ് ആയിരിക്കണം. അതായത് റിസൾട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നവർക്കോ അല്ലെങ്കിൽ ഫൈനൽ ഇയർ പഠിക്കുന്നവർക്കോ ഒന്നും അപ്ലൈ ചെയ്യാനായിട്ട് കഴിയത്തില്ല. നിങ്ങളുടെ കറക്റ്റ് ഒറിജിനൽ മാർക്ക് ഷീറ്റ് തന്നെയാണ് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടത്. എഞ്ചിനീയറിംഗ് ഡിഗ്രി വരുന്ന പോസ്റ്റുകളിൽ BE അല്ലെങ്കിൽ BTech അല്ലെങ്കിൽ BSc എഞ്ചിനീയറിംഗ് 4 ഇയേഴ്സ് ആണ് വേണ്ടത്. അതുപോലെ തന്നെ എക്സിക്യൂട്ടീവ് പോസ്റ്റുകൾ, അതായത് ഡിപ്ലോമ വേണ്ട എക്സിക്യൂട്ടീവ് പോസ്റ്റുകളിൽ ഹയർ ക്വാളിഫിക്കേഷൻ ആയിട്ടുള്ള BE അല്ലെങ്കിൽ BTech അല്ലെങ്കിൽ BSc എഞ്ചിനീയറിംഗ് ഉള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ്. ഇനി പ്രായപരിധി നോക്കാം. ജൂനിയർ മാനേജർ ആണെങ്കിൽ 18 മുതൽ 30 വയസ്സ് വരെയാണ്. എക്സിക്യൂട്ടീവ് 18 മുതൽ 30 വയസ്സ് വരെ. MTS ആണെങ്കിൽ 18 മുതൽ 33 വയസ്സ് വരെയാണ്. കൂടാതെ SC ST കാറ്റഗറിക്ക് 5 വയസ്സിൻ്റെയും OBC കാറ്റഗറിക്ക് 3 വയസ്സിൻ്റെയും പ്രായത്തിൽ ഇളവുമുണ്ട്. നിങ്ങൾ റിസർവേഷൻ ക്ലെയിം ചെയ്യുന്നുണ്ടെങ്കിൽ അതാത് സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കേണ്ടതാണ്. സർട്ടിഫിക്കറ്റുകളുടെ ഫോർമാറ്റ് കൊടുത്തിട്ടുണ്ട്. അതേ സർട്ടിഫിക്കറ്റ് തന്നെയാണ് ഹാജരാക്കേണ്ടത്. അതേ ഫോർമാറ്റിലുള്ള സർട്ടിഫിക്കറ്റാണ് നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്. OBC ആണെങ്കിൽ നോൺ ക്രിമിലിയർ ആയിരിക്കണം. അതുപോലെ തന്നെ EWS കാറ്റഗറി ആണെങ്കിലും ഇൻകം സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടതാണ്. PWBD കാൻഡിഡേറ്റ്സിനും അപ്ലൈ ചെയ്യാനായിട്ട് അവസരമുണ്ട്. ഇനി സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. സെലക്ഷൻ്റെ ഭാഗമായിട്ട് ജൂനിയർ മാനേജർ ഫിനാൻസ്, എക്സിക്യൂട്ടീവ് സിവിൽ, എക്സിക്യൂട്ടീവ് ഇലക്ട്രിക്കൽ, എക്സിക്യൂട്ടീവ് S&T പോസ്റ്റുകളിൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് സ്റ്റേജ് 1 വരുന്നുണ്ട്, സ്റ്റേജ് 2 വരുന്നുണ്ട്, ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ വരുന്നുണ്ട്, മെഡിക്കൽ ടെസ്റ്റ് വരുന്നുണ്ട്. ഇനി മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് ആണെങ്കിൽ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം സ്റ്റേജ് 1, സ്റ്റേജ് 2, ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ, മെഡിക്കൽ ടെസ്റ്റ് കൂടാതെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റും വരുന്നുണ്ട്. അപ്പോൾ എക്സാമിൻ്റെ സ്കീം എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. സ്റ്റേജ് 1 എക്സാം എന്ന് പറയുമ്പോൾ മൾട്ടിപ്പിൾ ചോയ്സ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. സബ്ജക്ട്സ് നോക്കാം. മാത്തമാറ്റിക്സ് ഓർ ന്യൂമറിക്കൽ എബിലിറ്റി, ജനറൽ അവയർനെസ്, ജനറൽ സയൻസ്, ലോജിക്കൽ റീസണിംഗ് ഓർ ജനറൽ ഇൻ്റലിജൻസ്, നോളജ് അബൌട്ട് റെയിൽവേസ് അല്ലെങ്കിൽ DFCCIL ആണ് വരുന്നത്. ടോട്ടൽ 100 ക്വസ്റ്റ്യൻ ആയിരിക്കും. സെക്കൻഡ് സ്റ്റേജ് എക്സാമിൽ വരുന്നത് 120 ക്വസ്റ്റ്യൻസ് ആണ്. എക്സാമിൻ്റെ സിലബസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സ്റ്റേജ് 2 എക്സാമിൻ്റെ ആണ്. നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ലിങ്ക് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഇനി മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് ആണെങ്കിൽ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് വരുന്നുണ്ട്. അതിലേക്ക് എന്തൊക്കെയാണ് വരുന്നതെന്ന് നോക്കാം. മെയിൽ കാൻഡിഡേറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ ഷുഡ് ബി ഏബിൾ ടു ലിഫ്റ്റ് ആൻഡ് ക്യാരി 35 kg ഓഫ് വെയ്റ്റ് ഫോർ എ ഡിസ്റ്റൻസ് ഓഫ് 100 മീറ്റർ ഇൻ 2 മിനിറ്റ്സ് ആണ് വേണ്ടത്. അതായത് 2 മിനിറ്റിൽ 100 മീറ്റർ 35 കിലോ വെയ്റ്റുമായിട്ട് നടക്കണം. താഴെ വെക്കാനായിട്ട് പാടില്ല. കൂടാതെ 4 മിനിറ്റ് 15 സെക്കൻഡ്സിൽ 1000 മീറ്റർ റണ്ണ് വരുന്നുണ്ട്. ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ സെയിം തന്നെയാണ് വരുന്നത്. പക്ഷേ 2 മിനിറ്റിൽ 100 മീറ്റർ 20 kg ആണ് ലിഫ്റ്റ് ചെയ്യേണ്ടത്. റേസ് വരുന്നത് 5 മിനിറ്റ് 40 സെക്കൻഡ്സിൽ 1000 മീറ്റർ ആണ് റേസ് വരുന്നത്. ഈ ടെസ്റ്റ് ക്വാളിഫൈ ആവേണ്ടതായിട്ടുണ്ട്. MTS പോസ്റ്റിൽ മാത്രമേ ഇത് വരുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ടാണ് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ വരുന്നത്. വെരിഫിക്കേഷൻ പോകുമ്പോഴത്തേക്കും എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് കൊണ്ടുപോകേണ്ടതെന്ന് നോക്കാം. 10ാം ക്ലാസ്സിൻ്റെ സർട്ടിഫിക്കറ്റ് കൊണ്ടുപോവുക. SC ST OBC EWS കാറ്റഗറിയൊക്കെ ആണെങ്കിൽ അതാത് കോമ്പറ്റൻ്റ് അതോറിറ്റിയുടെ സർട്ടിഫിക്കറ്റുകൾ കൊണ്ടുപോകണം. OBC ആണെങ്കിൽ നോൺ ക്രിമിലിയർ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. EWS കാറ്റഗറി ആണെങ്കിൽ ഇൻകം ആൻഡ് അസറ്റ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. പിന്നെ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ്സ് ആയിട്ടുള്ള ITA, ഡിപ്ലോമ, ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റ് വേണം. മാർക്ക് ഷീറ്റ് ഉണ്ടായിരിക്കണം. എല്ലാ സെമസ്റ്ററിൻ്റെയും വേണം. നിങ്ങളുടെ 5 കളേർഡ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഉണ്ടായിരിക്കണം. ആധാർ കാർഡ് വേണം. പാൻ കാർഡ് വേണം. മറ്റെന്തെങ്കിലും സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അതും കൊണ്ടുപോകുന്നതാണ്. അപ്പോൾ ഇത്രയും ഡോക്യുമെൻറ്റ്സ് നിങ്ങൾ കൃത്യമായിട്ട് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ പോകുമ്പോഴത്തേക്കും കൊണ്ടുപോകേണ്ടതാണ്. ഇനി എക്സാം സെൻറ്റർ എവിടെയാണ് വരുന്നതെന്ന് നോക്കാം. എക്സാം സെൻറ്റർ കേരളത്തിൽ വരുന്നത് തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരത്ത് വെച്ചാണ് എക്സാം നടക്കുന്നത്. സ്റ്റേജ് 1 എക്സാം ആണ് തിരുവനന്തപുരത്ത് വരുന്നത്. സ്റ്റേജ് 2 എക്സാം വരുന്നത് ഡൽഹി, കൊൽക്കത്ത, മുംബൈ, ചെന്നൈ ആയിരിക്കും വരുന്നത്. എല്ലാവർക്കും അവിടെ തന്നെയാണ്. ഇനി മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫിൻ്റെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് വരുന്നതും ഡൽഹിയിൽ വെച്ചായിരിക്കും. അപ്ലൈ ചെയ്യാനായിട്ട് ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട്. എക്സാം ഫീ ആയിട്ടാണ് വരുന്നത്. ജൂനിയർ മാനേജർ അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് പോസ്റ്റുകളിൽ 1000 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ്. മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് 500 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത്. ഇനി SC ST കാറ്റഗറിക്കും PWBD കാൻഡിഡേറ്റ്സിനും ഒന്നും ആപ്ലിക്കേഷൻ ഫീസ് വരുന്നില്ല. ഇനി അപേക്ഷിക്കേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം. അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ടാണ്. അപേക്ഷിക്കേണ്ട സൈറ്റ് DFCCIL.com ആണ്. ഈ സൈറ്റ് വഴി നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്.
ആദ്യം നിങ്ങൾ ഈ സൈറ്റ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് അവിടെ നിന്നും കരിയർ എന്നുള്ള ഓപ്ഷൻ എടുക്കുക. എന്നിട്ട് റിക്രൂട്ട്മെൻറ്റ് പേജിൽ രജിസ്റ്റർ എന്നുള്ള ഓപ്ഷൻ കൊടുത്ത് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. നിങ്ങളുടെ മൊബൈൽ നമ്പറും ഇമെയിൽ ഐ ഡിയും കൊടുത്ത് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അവിടെ നിങ്ങൾക്ക് ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം കിട്ടും. അതുവഴി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്ലൈ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നിങ്ങളുടെ ഫോട്ടോഗ്രാഫ്, സിഗ്നേച്ചർ, ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ എല്ലാ സർട്ടിഫിക്കറ്റ്സും നിങ്ങൾ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ഫോട്ടോഗ്രാഫിൻ്റെ ഫയൽ സൈസ് 50 KB മുതൽ 80 KB വരെയാണ്. സിഗ്നേച്ചർ ആണെങ്കിൽ 50 KB മുതൽ 80 KB വരെയാണ്. ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ ആണെങ്കിലും സെയിം തന്നെയാണ് വരുന്നത്. സർട്ടിഫിക്കറ്റ്സ് ഒക്കെ 100 KB മുതൽ 1000 KBക്കകത്തായിരിക്കണം. ഫോർമാറ്റ് വരുന്നത് JPG അല്ലെങ്കിൽ JPEG അല്ലെങ്കിൽ PDF ഫോർമാറ്റിലായിരിക്കണം. അപ്പോൾ ഇന്ത്യൻ റെയിൽവേക്ക് കീഴിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ നല്ലൊരു അവസരമാണ്. ഇതിലേക്ക് ഡിപ്ലോമ യോഗ്യതയുള്ളവർക്കും ITI യോഗ്യതയുള്ളവർക്കും CA CMA ഒക്കെ ഉള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ്. നല്ല ശമ്പളത്തിൽ ജോലി അവസരമുണ്ട്. താല്പര്യമുള്ളവർ ഓൺലൈനായിട്ട് തന്നെ അപേക്ഷിക്കുക. അപേക്ഷിക്കേണ്ട അവസാന തീയതി ഫെബ്രുവരി 16 ആണ്. താല്പര്യമുള്ളവർ അപേക്ഷിക്കുക. ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി.